പിശാചിനെ ജയിക്കുവാൻ 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അതുകൊണ്ട് കർത്താവ് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. അപ്പോൾ നമ്മൾ ധ്യാനിച്ചു വരുന്ന അതേ കാര്യത്തിൻ്റെ ഗൗരവമേറിയ പഠനങ്ങളാണ് പത്രോസ് നമുക്ക് നൽകുന്നത്. അതിനൊരു കാരണമുണ്ട്. പത്രോസ് ഒരു കാലത്ത് പിശാചിൻ്റെ ചതിയാൽ ഡാമേജായവനാണ്. കടുത്ത ഉപദ്രവം അവനെ ഏൽക്കേണ്ടി വന്നു. അതിനൊരു മുന്നറിയിപ്പ് കർത്താവ് കൊടുത്തിരുന്നെങ്കിലും പത്രോസ് അത് പരിഗണിച്ചില്ല. പത്രോസ് പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി മരിക്കാൻ ഒരുക്കം. അപ്പം പിന്നെ എന്നെ എങ്ങനെ പിശാച് തോൽപ്പിക്കാനാണ്? അതൊരു നിർമ്മലമായ പരമാർത്ഥമായ കാര്യമാണ് അദ്ദേഹത്തിന് പറഞ്ഞത്. കർത്താവിന് വേണ്ടി മരിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. പക്ഷെ പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. ഈ ഓവർ കോൺഫിഡൻസിനകത്തൂടെയും സാത്താൻ പ്രവർത്തിക്കും. വചനമറിയാം, പ്രാർത്ഥനാ ജീവിതമുണ്ട്, തെറ്റായ ഒരു വഴിക്കും പോകാറില്ല. ഈ ചിന്തയൊക്കെ നമ്മളെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ പിശാച് പത്രോസിനെ ശരിക്കും ഗോതമ്പ് പോലെ പാറ്റുമ്പോൾ സംഭവിക്കുന്നത് കനം കുറഞ്ഞതെല്ലാം പുറത്തേക്ക് പോകും. തെറിച്ചു പോവുക, കനമുള്ളതവിടെ കിടക്കും. പത്രോസ് ഇങ്ങനെ വലിയ ഉണർവൊക്കെ ആണെങ്കിലും കാമ്പില്ല, കരുത്തില്ല, കഴമ്പില്ല. പിശാച് ഇങ്ങനെ പാറ്റുമ്പോൾ പുറത്തേക്ക് പോകും. അങ്ങനെ അവൻ പുറത്തു പോയി. ഞാൻ യേശുവിനെ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുമ്പോൾ വളരെ മോശമായിട്ട് 1-2 മിനിറ്റേ ഉള്ളെങ്കിലും ലോക ചരിത്രത്തിൽ ഏറ്റവും കഠിനമായ പൈശാചിക പോരാട്ടത്തിൽ ആ മനുഷ്യൻ വീണുപോയി. സ്തോത്രം. താൻ പിന്നീട് ലേഖനം എഴുതുകയാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ തമ്മിൽ കീഴടങ്ങിയിരിക്കണം. ഈ മത്സരം ഉള്ളിടത്ത് പിശാച് പ്രവേശിച്ച് നിങ്ങളെ തകർക്കും. അതാണ് 6-ാം വാക്യം. 5-ാം വാക്യം, നിങ്ങൾ കീഴടങ്ങിയിരിക്കണം. 6-ാം വാക്യം, താണിരിക്കണം. കർത്താവ് തന്നെ ഉയർത്തിയാൽ മതിയെന്നും പറഞ്ഞ് താണിരിക്കണം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് എന്നെ ഉയർത്തുന്നത് വരെയും ഞാൻ താണിരിക്കാമെന്ന് പറഞ്ഞ് ദൈവസ്ഥനിൽ താണിരിക്കണം. വേറൊരാളെ തള്ളിത്താത്തിട്ട് മുളിക്കേറുന്ന ആ ചിന്താഗതിയിൽ നിന്ന് പൂർണ്ണ ജയമെടുക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 3-ാമത്തെ കാര്യം, നിങ്ങൾ ആകുല ചിന്തയ്ക്ക് അടിമപ്പെടരുത്. ആകുല ചിന്ത വരും, പക്ഷെ അതിന് അഡിക്റ്റാകരുത്. എന്ത് ചെയ്യണം? ആ ആകുലതകൾ കർത്താവിൻ്റെ മേൽ വെക്കണം. എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം? പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ പത്രോസിനെ വേണമെങ്കിലും, പൗലോസിനെ വേണമെങ്കിലും, യാക്കോബിനെ വേണമെങ്കിലും, യോഹന്നാനെ വേണമെങ്കിലും വിഴുകാൻ ശ്രമിക്കും. യേശുവിനെ മാത്രമേ അവന് കിട്ടാത്തതുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്ര മിടുക്കനാണെങ്കിലും പിശാച് നിങ്ങളെ തകർക്കാനുള്ള വലിയ പദ്ധതിയുമായിട്ട് നടക്കുന്നു. ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം? ഞാൻ വളരെ പ്രധാനപ്പെട്ടവനാണ്. എന്നെ പിശാചിന് ഭയമാണ്. എൻ്റെ ശുശ്രൂഷ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ അവന് ഭയമാണ്.
അവൻ എന്നെ തകർക്കാൻ വേണ്ടി 24 hours പണിയെടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ നെകളത്തിൽ നിന്ന് പുറത്തു വരണം. ദൈവത്തിൻ്റെ കൈ കീഴിൽ താണിരിക്കണം. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണം. എനിക്ക് മാത്രമല്ല, ലോകം മുഴുവനുള്ള വിശുദ്ധന്മാർക്ക് ഇങ്ങനെയുള്ള പോരാട്ടങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് വിശ്വാസത്തിൽ നല്ല സ്ഥിരതയോടുകൂടെ സാത്താനോട് നാം എതിർത്ത് നിൽക്കണം. ഇതാണ് ദാവീദ് 25 സങ്കീർത്തനം 15 വാക്യത്തിൽ പറഞ്ഞത്. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു. അവൻ എൻ്റെ കർത്താവ് എൻ്റെ കാലുകളെ പിശാചിൻ്റെ വലയിൽ നിന്ന് വിടുവിക്കും. ഗോഡ് ബ്ലസ് യു.